ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ സെറ്റ് എയിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ഫിസിക്സിലെ വളരെ സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഒരു കാൽക്കുലേഷൻ ടൈപ്പ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. An ideal transformer has a primary coil of 1000 turns and a secondary coil of 500 turns. If the primary voltage is 120 volt, okay, 120 volt ആണ് primary voltage കൊടുത്തിരിക്കുന്നത്. What is the secondary voltage? What is the output power of the transformer when the input current is 5 ampere? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മക്കളെ, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ കൃത്യമായിട്ട് അറിയണം. ഏതാണ് മക്കളെ റിലേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? യെസ്, NS by NP ഈക്വൽ ടു VS by VP ഈക്വൽ ടു IP by IS. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു റിലേഷൻ. പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ തെറ്റിക്കാതെ പഠിച്ചു വെക്കുക. NS by NP ഈക്വൽ ടു VS by VP ഈക്വൽ ടു IP by IS. എന്താണ് ഈ NS, NP, IP, IS എന്നൊക്കെ പറയുന്നത്? എടാ മക്കളെ, അതായത് ഒരു ചുറ്റുകളുടെ എണ്ണം നമ്മൾ പറയുമല്ലോ. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ NS എന്ന് പറയുക. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ NP എന്ന് പറയുക. ഓക്കെ, സെക്കൻഡറിയിലെ വോൾട്ടേജിനെയാണ് VS എന്ന് പറയുക. പ്രൈമറിയിലെ വോൾട്ടേജിനെ VP എന്ന് പറയും. ഇനി IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈമറിയിലെ കറന്റ് ബൈ സെക്കൻഡറിയിലെ കറന്റ്. ഇവിടെ എത്തുമ്പോൾ നേരെ ഇക്വേഷൻ തിരിയും, IP by IS ആയിട്ട് മാറും. ഓക്കെ, ബാക്കി എല്ലായിടത്തും NS by NP ആണ്, VS by VP ആണ്. പക്ഷെ ഐയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, തല തിരിഞ്ഞിട്ടാണ് വരിക. ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. IP by IS ആണ്. പലർക്കും അവിടെ തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണത്. IP by IS എഴുതുമ്പോൾ നിങ്ങൾ തലതിരിച്ച് എഴുതാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഇതാണ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. അതിന്റെ പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് NP കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 1000 ടേൺസ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. NP പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം 1000 ആണ്. ഇനി സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം 500 ആണ്. അതായത് NS എന്ന് പറയുന്നത് 500 ടേൺസ് ആണ്. ഓക്കെ, യെസ്. ഇനി ഇഫ് ദ പ്രൈമറി വോൾട്ടേജ് ഈസ് 120 വോൾട്ട്, പ്രൈമറിയിലെ വോൾട്ടേജ് അഥവാ VP അല്ലെ, പ്രൈമറിയിലെ വോൾട്ടേജ് അതാണ് VP എന്ന് പറയുന്നത്. അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് എത്രയാണെന്ന്? 120 വോൾട്ട് ആണെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈമറി വോൾട്ടേജ്, അതായത് വോൾട്ടേജ് ഇൻ പ്രൈമറി, സെക്കൻഡറി അല്ല, തെറ്റിക്കരുത്. പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് 120 വോൾട്ട്. ഓക്കെ, അപ്പൊ VP നമുക്ക് കിട്ടി. എന്താണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ സെക്കൻഡറി വോൾട്ടേജ്? സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. VS ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ. യെസ്, VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VS എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള റിലേഷൻ ശ്രദ്ധിക്കാം. ആ ഒരു റിലേഷനിൽ എന്ത് കാര്യമാണ് പറയുന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, നമുക്കിവിടെ NPയും NSും VPയും VSും ആണ് വേണ്ടത്. അപ്പോൾ ഏത് റിലേഷനാണ് നമ്മൾ എടുക്കേണ്ടത്? ശ്രദ്ധിക്കൂ. NS by NP ഈക്വൽ ടു VS by VP. ഈ ഒരു റിലേഷൻ മാത്രം എടുത്താൽ മതി. ഓക്കെ, NS by NP ഈക്വൽ ടു VS by VP. അപ്പോൾ ഞാൻ ആ ഒരു റിലേഷൻ മാത്രം എടുത്ത് എഴുതുകയാണ് കേട്ടോ. ശ്രദ്ധിക്കൂ, മൊത്തത്തിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം എഴുതിയാൽ മതി? നമുക്ക് ആവശ്യമുള്ള റിലേഷൻ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ NS by NP ഈക്വൽ ടു VS by VP. എന്നിട്ട് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് VSന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, യെസ്. NSന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 500 ആണ് അല്ലെ. 500 ബൈ NPയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 1000 ആണ് അല്ലെ. ഈക്വൽ ടു VSന്റെ വാല്യൂ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ VS എന്ന് തന്നെ എഴുതി. VS ബൈ VPയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 120. മനസ്സിലായോ? എല്ലാ വാല്യൂസും കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. NSന്റെ വാല്യൂ 500, NPയുടെ വാല്യൂ 1000, VSന്റെ വാല്യൂ VS എന്ന് തന്നെ കൊടുത്തു. കാരണം VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. VSന്റെ വാല്യൂ തന്നിട്ടില്ലല്ലോടാ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് VPയുടെ വാല്യൂ കൊടുത്തു, 120 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കൃത്യമായിട്ട് കിട്ടും. ശ്രദ്ധിച്ച് ചെയ്തോണേ. ഇവിടെ ഡിവൈഡഡ് ബൈ 120 ആണ്. ഈ ഡിവൈഡഡ് ബൈ 120 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 120 ആവും അല്ലെ. ഇൻറ്റു 120 ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കിവിടെ മനസ്സിലായി 500, അടുത്ത സ്റ്റെപ്പാണ് ചെയ്യുന്നത്. 500 ബൈ 1000 ഇൻറ്റു 120 ഈക്വൽ ടു VS. ഓക്കെ, അത് ഞാനൊരു വൃത്തിക്ക് എഴുതാണ്. കാര്യം VSനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാ നമ്പേഴ്സിനും ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ശ്രദ്ധിച്ചോണേ. യെസ്, VS ഈക്വൽ ടു 500 by 1000 വൃത്തിയിൽ എഴുതുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കൂ,
ഇൻറ്റു 120. അവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി സീറോസിനെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്തപ്പോൾ സ്ലൈഡ് മാറിപ്പോയി എന്ന് തോന്നുന്നു. ഓക്കെ, 0 കട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി എന്താ വരുന്നത്? 5 × 12, 5 × 12. സൈഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 60 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, VS അഥവാ സെക്കൻഡറിയിലെ വോൾട്ടേജ് 60 വോൾട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. VS കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ SSLC എക്സാമിന് ഷുവറാണ്, 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നു. VS, VP അല്ലെങ്കിൽ IS, IP കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, യെസ്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ വെൻ ദ ഇൻപുട്ട് കറന്റ് ഈസ് 5 ആംപിയർ. ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ട്രാൻസ്ഫോമറിൽ ഞാൻ 5 ആംപിയറിന്റെ കറന്റ് കൊടുത്തപ്പോൾ എന്താണ് ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ? നമുക്ക് പുറത്തേക്ക് കിട്ടിയ പവർ എത്രയായിരിക്കും എന്നാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ ഈ റിലേഷൻ എല്ലാതും മാറ്റാൻ പോവാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ബി ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ റിലേഷൻസ് എല്ലാതും ഇറേസ് ചെയ്ത് കളയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ മക്കളെ, നിങ്ങൾ പവറിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? പവറിന്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചു വെച്ചേക്കുന്നത്? യെസ്, പവർ ഈക്വൽ ടു, ശ്രദ്ധിച്ചോണേ, പവർ ഈക്വൽ ടു VI എന്ന് പറഞ്ഞിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻപുട്ട് പവർ തന്നെയായിരിക്കും ഔട്ട്പുട്ട് പവർ. നിങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇൻപുട്ട് പവർ തന്നെയായിരിക്കും എന്ത്? ഔട്ട്പുട്ട് പവർ. നമ്മൾ കൊടുത്ത പവർ തന്നെയാണ് പുറത്തേക്ക് കിട്ടുന്ന പവർ. അതായത് അതിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആക്കിയിട്ട് പറഞ്ഞു തന്നിരുന്നു. ശ്രദ്ധിക്കുക, VP IP എന്ന് പറയുന്നതാണ് VS IS. ഇതറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ റിലേഷനിൽ തന്നെ നമുക്ക് കിട്ടും VP IP ഈക്വൽ ടു VS IS. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഔട്ട്പുട്ട് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ VS IS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ VS IS നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഇൻപുട്ട് കറന്റ് അഥവാ IP ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കണേ മക്കളെ, IP ആണ് എത്ര തന്നിട്ടുള്ളത്? 5 ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. 5 ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, IP ആണ് 5 ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ VP യും തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന്? 120 വോൾട്ട് ആണെന്ന്. ഓക്കെ, 120 വോൾട്ട് ആണെന്ന്. അപ്പൊ നമ്മൾ ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും എന്ത്? അവിടുത്തെ ഔട്ട്പുട്ട് പവർ. മനസ്സിലായോ? ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അവിടുത്തെ ഔട്ട്പുട്ട് പവർ. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇൻപുട്ട് പവർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇൻപുട്ട് പവറിൽ VPക്ക് പകരം ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് 120 എന്നാണ്. അതെങ്ങനെയാ 120 കിട്ടിയത്? എടാ, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 120 വോൾട്ടേജ് ആണ് അല്ലേ? അപ്പൊ 120 ഇൻറ്റു IP എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 5 ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ 5 ആംപിയർ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 120 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുക 600 വാട്ട് എന്നാണ് ഇവിടുത്തെ പവർ കിട്ടുക. ഓക്കെ, ഇൻപുട്ട് പവർ നമ്മൾ കൊടുത്ത പവർ എത്രയാണ്? 600 വാട്ടാണ്. എടാ മക്കളെ, നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻപുട്ട് പവർ തന്നെയാണ് എന്ത്? ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ. നമ്മൾ 600 വാട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ടും നമുക്ക് എത്ര തന്നെ കിട്ടുള്ളൂ? 600 വാട്ട് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താ ചെയ്തത്? VP IP വെച്ച് ചെയ്തിട്ട് ഇൻപുട്ട് പവർ കണ്ടുപിടിച്ചു. ഇതേ ഇൻപുട്ട് പവർ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എത്ര തന്നെയായിരിക്കും? 600 വാട്ട് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ തെറ്റാതെ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങളുടെ തലയ്ക്കകത്ത് എന്ത് വേണം? ആ ഒരു കൺസെപ്റ്റ് വേണം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റിലേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. NS/NP ഈക്വൽ ടു VS/VP ഈക്വൽ ടു IP/IS. അവിടെയാണ് തെറ്റിക്കാൻ സാധ്യത. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ റിലേഷൻ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ 100% ഷുവറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ക്രിസ്മസ് എക്സാമിനും നിങ്ങൾ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ കാണാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. വീഡിയോ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് അടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ മാറ്റാം. അതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.